അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ടൊരു ചിക്കൻ കറിയുടേതാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു 5 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു 5 പച്ചമുളക് ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 kg ചിക്കനാണ്. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും വെച്ചിട്ടുണ്ട്. ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്. ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നവരെ നമ്മൾ, അതായത് ഒരു 1 മിനിറ്റിൻ്റെ അടുത്ത് നമ്മളതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, തൈര്, ലേശം മഞ്ഞൾപ്പൊടി, ഈ 3 സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പിഞ്ച് ഗരം മസാല യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വന്നിട്ട് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒത്തിരി ഇതാവണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. പിന്നെ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പെപ്പർ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മളതൊന്ന് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ കുറേശ്ശെ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്തു. ഞാൻ അതേ പാത്രത്തിലോട്ട് കുറച്ചുകൂടെ എണ്ണ ആഡ് ചെയ്തു. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടു. അതൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു 2 മിനിറ്റ്സൊക്കെ ഇളക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കളറ് മനസ്സിലാകത്തില്ല, ബിക്കോസ് ഞാൻ സെയിം പാത്രത്തിനകത്തോട്ട് തന്നെ, അതായത് ഫ്രൈ ചെയ്തെടുത്ത പാത്രത്തിനകത്തോട്ട് തന്നെയാണ് വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി. നന്നായിട്ട് എണ്ണയൊക്കെ ചൂടായി അതൊന്ന് നന്നായിട്ട് ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം സാധാരണ നമ്മൾ ചിക്കൻ കറിയൊക്കെ ആക്കുന്ന സമയത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെയൊക്കെ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് കളറ് മനസ്സിലാകത്തില്ല. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് പാത്രം അടി പിടിക്കുന്ന ടൈപ്പ് പാത്രമാണെങ്കിൽ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ ഈ പാത്രത്തിനകത്ത് കുറച്ച് അടിയിലൊക്കെ പിടിക്കുന്ന ടൈപ്പാണ്. സോ അതുകൊണ്ടിട്ടാണ് ഞാൻ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചും കൂടി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിലർ തക്കാളി വഴറ്റത്തില്ല, ഡയറക്റ്റ് ചിക്കൻ ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് ഫീൽ ആയിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് വേവുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഏറെക്കുറെ അതിപ്പോൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ പാത്രം അടി പിടിക്കുന്ന ടൈപ്പാണ്. ഞാൻ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ആഡ് ചെയ്തത്. പിന്നീട് കുറച്ച് മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. അടുത്തതായിട്ട് കുറച്ച് ഗരം മസാല, അത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ അതല്ല ഗരം മസാല ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക കൂടി ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ ഫ്ലെയിമിൽ വെക്കണം. പൊടികളുടെയൊക്കെ ഒരു പച്ച മണം, ആ പച്ച രുചി പോയി കഴിയുന്നവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത്
ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്യേണ്ടതില്ല, ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി, മുഴുവനായിട്ട് വേവണമെന്നില്ല. പിന്നീട് ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ഒരു പാത്രം വെച്ച് അത് അടച്ച് വയ്ക്കുക. അടച്ച് വേവിക്കേണ്ടതാണ്. നമ്മളൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുക. അപ്പോൾ ഗ്രേവി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമായിരുന്നു, അതുകൊണ്ടിട്ട് ഞാൻ ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നോക്കിയ സമയത്ത് എരിവ് അത്ര അങ്ങോട്ട് ഉണ്ടായതായിട്ട് ഫീലായില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പെപ്പർ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 5 മിനിറ്റ്. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം, ചൂടുള്ള വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ആവശ്യാനുസരണം, അതായത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുക. കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ചിക്കൻ. അപ്പം ഇതാണ് ചിക്കൻ കറിയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്തോട്ട് ഞാൻ വീണ്ടും കുറച്ച് നേരം ഒന്ന് വറ്റിക്കോട്ടെ എന്നുള്ള രീതിയിൽ വീണ്ടും കുറച്ച് നേരം അടച്ചു വെച്ചു വേവിച്ചു. അപ്പം വീണ്ടും ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് യോജിപ്പിച്ച് നമ്മൾ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് നോക്കി നമ്മൾ ആവശ്യാനുസരണമുള്ള ഗ്രേവി ആയിട്ടുണ്ടോ എന്താണെന്നുള്ളത് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരിയുടെ വെള്ളം ചേർത്തിട്ട് വേവിക്കാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യമേ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ട് അത്യാവശ്യം വെള്ളം ചേർക്കേണ്ടി വന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ അത് ഓഫ് ചെയ്യുന്നതിന് മുന്നേ കുറച്ചുകൂടെ പെപ്പർ പൗഡറും മല്ലിയിലയും ഇട്ട് മൂടി വെച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ചിക്കൻ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.